തീരാ നോവായി മാറുകയാണ് ജെയ്സണും അതുപോലെ ശ്രുതിയും. 10 വർഷത്തെ പ്രണയമാണ്. ഇരുവരും ഒന്നിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. വീട്ടുകാരുടെ അനുവാദത്തോടെ വിവാഹം കഴിക്കാൻ കാത്തിരുന്നു. അങ്ങനെ വീട്ടിൽ പറഞ്ഞ് സമ്മതിപ്പിച്ച് ഇരുവരും ഒരു വലിയ ജീവിതത്തിൻ്റെ സ്വപ്നം കണ്ടു തുടങ്ങി. വിവാഹ നിശ്ചയം കഴിഞ്ഞു കൃത്യം 1.5 മാസമായപ്പോൾ വയനാട് ദുരന്തം നടന്നു. ഉരുൾപൊട്ടലെന്ന മഹാദുരന്തം അവളെയൊഴിച്ച് ബാക്കി എല്ലാ കുടുംബാംഗങ്ങളെയും കവർന്നെടുത്തു. അച്ഛനും അമ്മയുമടക്കം കുടുംബാംഗങ്ങളെല്ലാം നഷ്ടപ്പെട്ടപ്പോഴും ആ വേർപാടുകൾ താങ്ങാനാവാതെ നെഞ്ചുപൊട്ടി കരയുമ്പോഴും അതികഠിനമായ വേദനയിലൂടെ കടന്നു പോകുമ്പോഴും അല്പമെങ്കിലും ആശ്വാസം കണ്ടെത്തുന്നത് തനിക്കായി വേണ്ടി ഈ ഭൂമിയിൽ ഒരാൾ മാത്രമുണ്ട് എന്ന ഒരു ധൈര്യം. നിനക്ക് ഞാനുണ്ടടാ എന്ന ആ ഒരൊറ്റ വാക്ക്, അതായിരുന്നു ശ്രുതിക്ക് ജെയ്സൺ. ഒരു കുടുംബത്തിലെ 12 പേർ മരിച്ചപ്പോഴും ദൈവം ജീവൻ ബാക്കി വെച്ചത് അവൻ്റെ പ്രിയതമ ആയതുകൊണ്ടാണെന്നാണ് എല്ലാവരും പറഞ്ഞിരുന്നത്. ജെയ്സൺ നോക്കിക്കോളും ശ്രുതി എന്നായിരുന്നു എല്ലാവരുടെയും വിശ്വാസം. അന്നു മുതൽ മാധ്യമങ്ങൾ എല്ലാവരും ഇവരുടെ പിന്നാലെ തന്നെ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ദുരിതമൊക്കെ അവസാനിച്ച് എല്ലാവരും പഴയ ജീവിതത്തിലേക്ക് പോയി. എത്രയും പെട്ടെന്ന് ജെയ്സനെ ശ്രുതിയെ വീട്ടിലേക്ക് കൊണ്ടുവരണമെന്നായിരുന്നു ആഗ്രഹം. ആ ആഗ്രഹത്തിൻ്റെ പുറത്തു തന്നെ ജെയ്സൺ വേഗം വിവാഹം നടത്താനുള്ള കാര്യങ്ങളും നടപ്പിലാക്കി. കുടുംബാംഗങ്ങളുമായി ശ്രുതിയെയും കൂട്ടി കോഴിക്കോട്ടേക്ക് പോകുന്ന വഴി കഴിഞ്ഞ ദിവസം ചുരത്തിൽ വെച്ച് തന്നെ അപകടമുണ്ടായി. ഏറ്റവും ദുരിതം എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. ആ അപകടത്തിന് പിന്നാലെ അവൻ രക്ഷപ്പെടുമെന്ന് ഓരോ തവണയും വിശ്വസിച്ചിരുന്ന ശ്രുതിയുടെ ചെവിയിലേക്ക് ഇന്നലെ രാത്രിയോടെ എത്തിയത് ജെയ്സന്റെ മരണവാർത്തയായിരുന്നു. ഇതിനപ്പുറം എന്ത് സംഭവിക്കാനാണ്? ആ പെൺകുട്ടിക്ക് ഒന്നും സംഭവിക്കാനില്ല. അത്രമേൽ ദുഃഖത്തിലൂടെ തന്നെയാണ് ആ പെൺകുട്ടി കടന്നു പോകുന്നത് എന്നല്ലാതെ മറ്റൊന്നും പറയാനാകില്ല. എല്ലാവർക്കും നൊമ്പരമായി മാറുകയാണ് ഇപ്പോൾ ഇവരുടെ പ്രണയകഥ. എല്ലാവരെയും വേദനിപ്പിച്ച മറ്റൊരു പ്രണയകഥ ഈ ഇടയ്ക്കൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പോലും പറയാം. ഇന്ന് ജെയ്സനെ അവസാന നോക്ക് കാണാൻ ആശുപത്രിയിൽ ശ്രുതി നിൽക്കുന്നത് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും വേദനയായി മാറി. ആ ചങ്ക് തകർന്നുള്ള നിൽപ്പ് കാണാൻ പോലും കഴിയാതെയായി അടുത്തു നിൽക്കുന്നവർക്ക് അത്രത്തോളം വേദന ഉണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ് അത്. ശ്രുതിയോട് എങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് പോലും അറിയാതെ നിന്നുപോയി. അത്രമാത്രം പ്രേക്ഷകർക്ക് വളരെയധികം വേദനയായി മാറി. കൈവിടില്ല എന്ന് ഉറക്കെ പറഞ്ഞ് ഗാഢമായി അവളെ ചേർത്ത് നിർത്തിയ തൻ്റെ പ്രിയതമൻ, തൻ്റെ പ്രിയപ്പെട്ടവർ മറ്റൊരു രാത്രിയിൽ അവളെ വിട്ടുപോയിരുന്നു. തൻ്റെ ഉയിർ ശേഷിക്കുന്നു എന്ന് താൻ തിരിച്ചറിഞ്ഞ നിമിഷം തൻ്റെ ജീവിതത്തിന് താളമാവേണ്ടിയിരുന്ന അവൻ്റെ ഹൃദയതാളവും നിലച്ചു പോയിരിക്കുന്നു. കൂടെ ഞാനുണ്ടെന്ന് ചേർത്ത് നിർത്താൻ ജെയ്സൺ ഇനി അവൾക്കൊപ്പമില്ല. ഹൃദയം പറിച്ചെടുക്കുന്ന നോവിൽ അവൾ അവന് യാത്രാമൊഴി നൽകി. കണ്ണീരിൽ കുതിർന്ന അന്ത്യചുംബനവും അർപ്പിച്ചു. ജെയ്സന്റെ വേർപാട് നാട് മുഴുവൻ തേങ്ങുകയാണ്. മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ മാതാപിതാക്കളടക്കമുള്ള ഉറ്റവരെ നഷ്ടപ്പെട്ട ചൂരൽമല സ്വദേശി ശ്രുതിയുടെ പ്രതിശ്രുത വരനാണ് ജെയ്സൺ. ചൊവ്വാഴ്ച കൽപ്പറ്റക്കടുത്തുണ്ടായ വാഹനാപകടത്തിലാണ് ജെയ്സണിന് ഗുരുതരമായി പരിക്കേറ്റത്. ആശുപത്രിയിൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തിയിരുന്നത്. ബുധനാഴ്ച രാത്രിയോടെ ജെൻസിന്റെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. അപകടത്തിൽ പരിക്കേറ്റ ലിയോ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് ശ്രുതി. ചൂരൽമലയിൽ സ്കൂൾ റോഡിലായിരുന്നു ശ്രുതിയുടെ വീട്. ഉരുൾപൊട്ടലിൽ ശ്രുതിയുടെ അമ്മ സബിത, അച്ഛൻ ശിവണ്ണ, അനുജത്തി ശ്രേയ, അമ്മമ്മ എന്നിവർ മരിച്ചിരുന്നു. പിതാവിന്റെ 2 സഹോദരങ്ങൾ ഉൾപ്പെടെ കുടുംബത്തിലെ 9 പേരെയാണ് ദുരന്തത്തിൽ നഷ്ടമായിപ്പോയത്. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ അക്കൗണ്ടന്റായി ജോലി ചെയ്തു വരികയായിരുന്നു ശ്രുതി. ശ്രുതിയുടെ കല്യാണത്തിന് കരുതി വെച്ചിരുന്ന 15 പവനും 4 ലക്ഷം രൂപയും തന്നെ ഒഴുകിപ്പോയിരുന്നു.